നമസ്കാരം. രാമായണത്തിൻ്റെ പ്രത്യേകത ഏതാണ്? അതിനെ എതിർക്കാൻ പഠിക്കുന്ന ആൾക്കാർക്കും അതിനെ അനുകൂലിക്കാനും ഭക്തിയോടുകൂടി സമീപിക്കുന്ന ആളുകൾക്കും ആർക്കും അതിൽ നിന്ന് ധർമ്മത്തിൻ്റെ ഉപദേശം കിട്ടുന്നുണ്ട്, ധർമ്മോപദേശം കിട്ടുന്നുണ്ട്. അങ്ങനെയാണ് അതിൻ്റെ ഒരു പ്രത്യേകത. ഈ പ്രത്യേകത രാമായണത്തെ പഠിച്ചിരിക്കുന്ന പല പണ്ഡിതന്മാരും അഭിപ്രായപ്പെട്ടിട്ടുള്ളതുപോലെ രാമായണം അതാണ്, ധർമ്മത്തിൻ്റെ മാർഗം ഉപദേശിക്കുന്ന ഒരു ഗ്രന്ഥമാണ്. ഇപ്പം രാമായണ എന്ന പേരിൽ രാമായണത്തിൻ്റെ കഥയും അതിലെ ധർമ്മമാർഗവും സാരോപദേശവും അതിൻ്റെ ലക്ഷ്യവും അതും വിവരിച്ചുകൊണ്ട് സി രാജഗോപാലാചാരി എഴുതിയൊരു പുസ്തകമുണ്ട്. അത് 1.4 മില്യൺ കോപ്പി വിറ്റതിൻ്റെ ഒരു പതിപ്പാണ് എൻ്റെ കയ്യിലിരിക്കുന്നത്. അപ്പോൾ അതിങ്ങനെ ഇംഗ്ലീഷിലാണ് പുസ്തകം. ഇംഗ്ലീഷിൽ അതിൻ്റെ കമൻ്ററി ഉണ്ട്, അതിൻ്റെ വിശദീകരണങ്ങളുണ്ട്. രാമായണത്തിലെ ഓരോ പ്രധാനപ്പെട്ട ഭാഗങ്ങളും ആ ഭാഗങ്ങളും അതിനെ വ്യാഖ്യാനിക്കുകയും വിശദീകരിക്കുകയും ചെയ്യുന്നതാണ് അതിൻ്റെ രീതി. അതിൽ സീതാസ്വയംവര വേളയിൽ ജനകൻ സീതയെ ശ്രീരാമന് നൽകുന്ന സമയത്ത് പറയുന്ന ഒരു മുഹൂർത്തത്തെ അദ്ദേഹം ഇങ്ങനെ വ്യാഖ്യാനിക്കുന്നു: At the appointed day and hour, giving away the bride, King Janaka said to Rama, "Here is my daughter, Sita, who will ever tread with you the path of Dharma. Take her hand in yours. Blessed and devoted, she will ever walk with you like your own shadow." സ്വന്തം നിഴലുപോലെ, നിന്റെ നിഴലുപോലെ നിന്നെ എപ്പോഴും ധർമ്മമാർഗത്തിൽ നിന്നെ പിന്തുടരുന്ന അവളായിരിക്കും ഇവിടെ നീ കയ്യേൽക്കുക എന്നാണ് അച്ഛൻ ജനകൻ. ജനകൻ ഒരു മഹാപണ്ഡിതൻ കൂടിയായിരുന്നുവെന്ന് നമുക്കറിയാവുന്നതാണല്ലോ. അങ്ങനെയാണ് ആ കഥയെ പറയുന്നത്. അപ്പോൾ രാമായണത്തിൻ്റെ പൊതു സ്വഭാവം അതാണ്. ദ്വന്ദ്ങ്ങളാണെന്ന് തോന്നുന്നവയെല്ലാം സംയോജിപ്പിക്കുകയോ സംഗമിപ്പിക്കുകയോ ചെയ്യുന്നതാണ് അതിൻ്റെ രീതി. രാമായണത്തിലെ ദ്വന്ദ്ങ്ങളുടെ സംഗമം തന്നെയാണ്, അതിൻ്റെ സംയോജനം തന്നെയാണ്, അതിൻ്റെ സമ്മേളനം തന്നെയാണ് ആ ധർമ്മഗ്രന്ഥത്തെ നമ്മളോട് ഏറ്റവും അടുത്ത് നിർത്തുന്നത്. ഒരേ സമയം രാമായണം വ്യക്തികഥനമാണ്, അതേസമയം അതൊരു കുടുംബകഥയുമാണ്, ഒപ്പം രാഷ്ട്രത്തിൻ്റെ ചരിതവുമാണ്. ഒരു വ്യക്തിയും സമ്പൂർണ്ണനല്ല, സമഷ്ടിയിലേ സമ്പൂർണ്ണത ഉണ്ടാവുകയുള്ളൂ. ശ്രീരാമചന്ദ്രനെ കുറിച്ചുള്ള ഒരു കവിതയിൽ മഹാകവി ഉള്ളൂര് ചേർത്ത ഒരു ഉപമ അതിലേറ്റവും മികച്ചതാണ്. കവി ഇങ്ങനെയാണ് പാടിയത്: പുരുഷൻ തൻ ദിവ്യതയ്ക്കു പൂർത്തിയില്ല കരിപ്പുള്ളി, സൂര്യനിലും സുലഭം താൻ സൂക്ഷിച്ചു പാർത്താൽ. അങ്ങനെ സൂക്ഷ്മമായി നോക്കിയാൽ സൂര്യനിൽ പോലും കറുത്ത പാടുകൾ കാണാം എന്നാണ് ഉള്ളൂരിൻ്റെ നിഗമനം, കണ്ടെത്തൽ, അഭിപ്രായം. സത്യമാണ്. സമ്പൂർണ്ണ ചന്ദ്രനിലെ മാനിൻ്റെ അടയാളം വെൺചന്ദ്രനെ അപൂർണമാക്കുന്ന കറുപ്പാണ്. സമ്പൂർണ്ണെന്ന് ഉദാഹരിക്കുന്ന ശ്രീരാമചന്ദ്രനിലും ഒരുപക്ഷെ കാഴ്ചപ്പാടിൻ്റെ വൈവിധ്യം കൊണ്ടായിരിക്കാം ചില പോരായ്മകൾ വേണമെങ്കിൽ വ്യാഖ്യാനിക്കാം. പക്ഷേ അതിനെ പാർത്ഥിവനായി കാൺമൂ നമ്മൾ, ഹാ ചിലപ്പോൾ രാഘവനെ സ്വാർത്ഥ ചിന്താപരനായും മറ്റു ചിലപ്പോൾ എന്ന് ഉള്ളൂര് വിശേഷിപ്പിക്കുന്നുണ്ട്. മഹാകവി കുമാരനാശാൻ വേറൊരു സമയത്ത് ചില വീഴ്ച മഹാനുശോഭയാം മലയിൽ കന്തരമെന്ന മാതിരി, വലിയ മലയിലെ ചെറിയ ചെറിയ തുരങ്കങ്ങൾ പോലെ, ദ്വാരങ്ങൾ പോലെ, ഗുഹകൾ പോലെ ചില വീഴ്ച മഹാനുശോഭയാം, വലിയ മഹാന്മാർക്ക് പോലും ചില ചില പോരായ്മകൾ അത് ഭംഗിയാണ്, അത് ഗുണമാണ് എന്ന് പറയുന്നുണ്ട്. വാസ്തവത്തിൽ അത് രാമനെ സീതയെ കൊണ്ട് വിമർശിപ്പിക്കുന്ന ആദികവി വാൽമീകിക്ക് ശേഷം ശ്രീരാമകഥ പറഞ്ഞവർക്കെല്ലാം ഈ സംശയങ്ങളോ വ്യാഖ്യാന ഭേദങ്ങളോ ഉണ്ടായിട്ടുണ്ട്. അവരെല്ലാം രാമായണത്തെ പലതരത്തിൽ കാണുകയും പലതരത്തിൽ വ്യാഖ്യാനിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് പ്രത്യേകത. ഇത് പറഞ്ഞത് രാമായണവും ഒന്നാണ്, കാഴ്ചഭേദമാണ് രണ്ടെന്ന് തോന്നിപ്പിക്കുന്നതെന്ന് പറയാനാണ്. അങ്ങനെ അപൂർണമായ വ്യക്തിയെ പൂർണ്ണനാക്കുകയാണ് രാമായണം ചെയ്യുന്നത്. അതായത് രാമായണത്തിൻ്റെ ധർമ്മവും. നമസ്കാരം.